വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ആകെ മാറുകയാണ്. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതലാണ് നിലവിൽ വരുന്നത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്നു മുതൽ സമരത്തിലേക്ക് കടക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് തടയുമെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ സമരം ഏതെങ്കിലും തരത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ലിബീഷ്, ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന മുട്ടത്തറ സെന്ററിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 8 മണിയോടുകൂടി ഏകദേശം 8:30 മണിയോടുകൂടി ആയിരിക്കും ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുക. പുറത്ത് പരിശീലനം നടത്തുന്ന കുറച്ചുപേരെ കാണുന്നുണ്ട്. എന്തായാലും INTUC, CITU, BMS സംഘടനകളിൽ ഉൾപ്പെടുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംയുക്ത സമരസമിതി ആണ് ഇന്ന് ഇപ്പോൾ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് കരിദിനമായി ആചരിക്കും, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കും എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എന്താണ് അവരുടെ നിലപാട്? വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതിനാണോ ആലോചിക്കുന്നത് എന്നടക്കം 8:30 ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുമ്പോൾ മാത്രമാണ് അറിയുവാൻ സാധിക്കുക. എന്തായാലും ഇത്തരത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരണം കൊണ്ടുവന്ന ആദ്യ ദിനം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിയോജിപ്പാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതിനിടയിൽ ചില ഇളവുകളൊക്കെ തന്നെ മന്ത്രി നടത്തുകയുമുണ്ടായിരുന്നു. ആദ്യം തന്നെ പ്രതിദിനം 30 ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത്, നിർദ്ദേശത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഈ 30 എന്നുള്ള കണക്ക് 60 ആക്കി മാറ്റുകയും ചെയ്തിരുന്നു. നിലവിൽ പ്രതിദിനമായിട്ട് 40 ലൈസൻസ് ആദ്യം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ലൈസൻസിനായി രജിസ്റ്റർ ചെയ്തവർക്ക് 40 പേരും, അതുപോലെ തന്നെ റീടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റിൽ പരാജയപ്പെടുത്ത പിന്നീട് റീടെസ്റ്റായിട്ട് നൽകിയിട്ടുള്ള 20 പേർക്കുമാണ്. അങ്ങനെ മൊത്തത്തിൽ 60 പേർക്കാണ് പ്രതിദിനം ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒട്ടനവധി മാറ്റങ്ങളാണ് ഈ ഒരു ടെസ്റ്റിൽ വന്നിട്ടുള്ളത്. സിക്സാഗ് ഡ്രൈവിംഗ് നടത്തണം, അതുപോലെ തന്നെ പാരലലായിട്ടും ആംഗുലർ ഈ പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ വളവുകളിലും കയറ്റിറക്കങ്ങളിലും ഉള്ള ടെസ്റ്റ് നടത്തണം. അത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയതായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലൊക്കെ തന്നെ വിയോജിപ്പുകൾ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കണം. അതിനുശേഷം ഈ വിഷ്വൽസ് ഒക്കെ എടുത്തതിന് ശേഷം മെമ്മറി കാർഡ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഉദ്യോഗസ്ഥർ ഈ മെമ്മറി കാർഡ് തങ്ങളുടെ ഓഫീസിൽ 3 മാസത്തോളം സംരക്ഷിച്ചു വെക്കണം തുടങ്ങിയ ഒട്ടനവധി നിർദ്ദേശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിനോടൊക്കെ തന്നെ വിയോജിപ്പാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ടെസ്റ്റ് നടക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുമെന്നും ഇന്ന് കരിദിനമായി ആചരിക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ടെസ്റ്റുകൾ തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും എന്താണ് അവരുടെ നിലപാട്, എത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ മുന്നോട്ട് പോവുക എന്നറിയുവാൻ സാധിക്കും. ലിബീഷ്, ശരി സൂര്യ. ടെസ്റ്റ് ആരംഭിക്കുന്ന മുറയ്ക്ക് സൂര്യയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ ചില പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. ഇന്ന് പലരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരും അതുപോലെ തന്നെ അമ്പലങ്ങളായാലും വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇന്ന് 75 ഗ്രൗണ്ടുകളും പ്രവർത്തിക്കുന്നത്. സർക്കാരിന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് ഗ്രൗണ്ടുകളേ ഉള്ളൂ. ഈ ഗ്രൗണ്ടുകളെല്ലാം സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യും എന്നുള്ള തരത്തിലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തമായ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ഈ സമരം തുടരാനാണ് ആലോചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ലേണേഴ്സിൻ്റെയും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെയും ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ എറണാകുളത്തെ സംബന്ധിച്ച്, ഈ എറണാകുളം ആർട്ടിഫിസിൻ്റെ കീഴിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 120 ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് ഡെയിലി നടന്നുകൊണ്ടിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ അത് 50 ആക്കി കുറച്ച്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡേറ്റ് എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തീരുമാനവും ഇല്ലാത്തതിൻ്റെ ഭാഗമായി അതെല്ലാ ഡേറ്റുകളും ക്യാൻസൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ എറണാകുളം ആർട്ടിഫിസിൻ്റെ 3000-ൽ പരം കുട്ടികളുടെ ഡേറ്റാണ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തത്. അത് അവർ റീസൺ പറഞ്ഞത് കോവിഡ് ആണെന്നാണ്. അപ്പോൾ ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞതിൽ സർക്കുലർ പറഞ്ഞേക്കുന്ന മെയിനായിട്ടൊരു കാര്യം 15 വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റണമെന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്,
ഒരു വാഹനം 15 വർഷം കഴിഞ്ഞാൽ അത് ഫിറ്റ്നസ് തരുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഫിറ്റ്നസ് തരുമ്പോൾ ആ വാഹനം പുതിയതുപോലെ ആക്കിക്കൊണ്ട് പെയിൻറ്റിംഗ് ആണെങ്കിലും പാച്ച് വർക്ക് ആണെങ്കിലും മറ്റ് അനുബന്ധ കാര്യങ്ങളാണെങ്കിലും എൻജിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പൊല്യൂഷൻ വഴിയായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും ഫിറ്റ് നോക്കിയതിന് ശേഷം ആണ് നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരണത്. അപ്പോൾ അത്തരം വാഹനങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഒരു 3/4 പങ്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാരെ മാത്രം അത് എടുത്തു മാറ്റി നാളെ മുതൽ റോട്ടിൽ കാണാൻ പാടില്ല എന്നൊരു തരത്തിലേക്ക് വന്നപ്പോൾ നമുക്കത് ഈ മേഖല പണിയെടുക്കുന്നവർക്ക് ഇന്ന് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ ഈ 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കും വരെ ടെസ്റ്റ് അനുവദിക്കില്ല എന്ന ഒറ്റ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് നിൽക്കുക. ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ല എന്നല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉയർത്തുന്നത്. സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരുമെന്നാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്.